നമസ്കാരം. എസ് എ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന അക്ഷയ തൃതീയയെ കുറിച്ചാണ്. അക്ഷയ തൃതീയ എന്ന് പറയുന്നത് വൈശാഖ മാസം തന്നെ ഒരു പുണ്യമാസമാണ്. ആ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ തൃതീയയാണ് അക്ഷയ തൃതീയ എന്ന് പറയുന്നത്. അന്ന് ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ ഫലം ഒരിക്കലും ക്ഷയിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം അക്ഷയ തൃതീയ ദിവസം നമ്മൾ എന്ത് ദാനം ചെയ്താലും അത് ഡബിളായിട്ട് വന്നു ചേരും, നമ്മളിലേക്ക് വന്നു ചേരും എന്ന് പറയും. അന്നദാനം മഹാദാനം എന്ന് പറയാറുണ്ട്. അന്നത്തെ ദിവസം ആർക്കെങ്കിലും കുറച്ച് നിർധനരായിട്ടുള്ള ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരും എന്ന് പറയാറുണ്ട്. ഇത് അക്ഷയ തൃതീയ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ജനങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് അന്ന് സ്വർണം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഡബിളായിട്ട് ഉണ്ടായി വരും എന്നാണ് പറയുന്നത്. സ്വർണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഡബിളായി ഉണ്ടായി വരുന്നത് സത്യം തന്നെയാണ്. സ്വർണം വെള്ളി എന്ന് ഏത് സാധനങ്ങൾ വാങ്ങിച്ചാലും നമ്മളിലേക്ക് അതിൻ്റെതായിട്ട് പല മടങ്ങായി വർദ്ധിച്ചു വരും എന്നൊരു വിശ്വാസമുണ്ട്. എന്നാൽ അക്ഷയ തൃതീയയ്ക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അന്നദാനത്തിന് അല്ലെങ്കിൽ നമ്മൾ എന്ത് ദാനം ചെയ്യുന്നോ അത് നമുക്ക് ഇരട്ടിയായിട്ട് വന്നു ചേരും. അക്ഷയ തൃതീയ ദിവസം നിങ്ങൾ ഒരു അന്നദാനം നടത്തുകയാണെങ്കിൽ അത് ദീർഘകാലമായി എനിക്ക് വർദ്ധിച്ചു വരണം എന്നുള്ള ചിന്തയോടെ അത് കൊടുക്കാനുള്ള സമ്പത്ത് നമ്മളിലേക്ക് വന്നു ചേരണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നും കൂടുതലായിട്ട് സമ്പത്ത് ഉണ്ടായി വരും എന്ന് പറയാറുണ്ട്. എല്ലാവിധത്തിലും കഷ്ടങ്ങൾ അല്ലെങ്കിൽ പണത്തിന്റെ കഷ്ടങ്ങൾ, കടബാധിത, ദുരിതങ്ങള്, രോഗദുരിതങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള വീട്ടുകളിൽ അക്ഷയ തൃതീയ ദിവസം മനസ്സറിഞ്ഞ് നിങ്ങൾ ഒരു 4 പേർക്ക് എത്ര കഷ്ടമാണെങ്കിലും 4 പേർക്ക് നിർധനരായിട്ട് ഭക്ഷണം കഴിക്കാൻ ഒരു വഴിയുമില്ലാത്തവർക്ക് നിങ്ങൾ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ 100% അടുത്ത വർഷം അക്ഷയ തൃതീയ ആവുമ്പോഴേക്കും നിങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യം പൂർണ്ണമായും തീർന്ന് നിങ്ങളിലേക്ക് സമ്പത്തിന്റെ ഒരു ഒഴുക്ക് തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. അത്രയും ശ്രേഷ്ഠമാണ് സ്വർണം വാങ്ങുന്നതിനേക്കാൾ ഏറ്റവും വലിയ മൂല്യം എന്ന് പറയുന്നത് 4 പേര് അല്ലെങ്കിൽ ഒരു 10 പേർക്ക് നമുക്ക് അന്നം കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ് നിറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ വീട്ടിലേക്ക് സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരുന്നതാണ്. ഇതല്ലാതെ അക്ഷയ തൃതീയ ദിവസം ചെയ്യാൻ പറ്റിയ ഏറ്റവും ദാനം എന്ന് പറയുന്നത് നിർധനനായ പഠിക്കാൻ കഴിവുണ്ടായിട്ടും പഠിക്കാൻ ബുക്കില്ല അല്ലെങ്കിൽ ഡ്രസ്സില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് ആ വർഷം അവർക്ക് പഠിക്കാനുള്ള ബുക്സിനുള്ള ഒരു തുക അല്ലെങ്കിൽ ഒരു ബുക്സുകൾ വാങ്ങിച്ചു കൊടുക്കുന്നതും നിങ്ങളുടെ വീട്ടിലേക്ക് വിദ്യ എന്ന് പറയുന്ന സരസ്വതി കടാക്ഷം ഉണ്ടായി വരുന്നതാണ്. അതുപോലെ തന്നെ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക. നിർധനരായിട്ടുള്ളവർക്ക് ഒരു ഡ്രസ്സ് നിങ്ങളെ കൊണ്ടാവുന്നത് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കണേ. അതും നിങ്ങൾക്ക് ഇരട്ടിയായിട്ട് അടുത്ത വർഷം ആകുമ്പോഴേക്കും ഇന്ന് നിങ്ങൾ 2 പേർക്ക് ചെയ്യേണ്ടതെങ്കിൽ അടുത്ത വർഷം അത് 10 പേർക്ക് ചെയ്യാനുള്ള സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ടായി വരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 100% നിങ്ങളിലേക്ക് ആ സമ്പത്ത് ഐശ്വര്യം സമൃദ്ധിയും വന്നേരും. എത്ര കഷ്ടത്തിലിരിക്കുന്ന ഇത്രയും പണം തീരെയില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടിലായി കടബാധിതയായി ഒരു നേരത്തെ പോലും ഭക്ഷണത്തിന് കഴിവില്ലാതെ കഷ്ടത്തിലിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരു ജോലിയില്ല, എന്ത് ജോലി ചെയ്താലും ആ ജോലിയിൽ ഒരു ഉയർച്ചയില്ല എന്ന് പറയുന്നവർക്ക് ഈ ദാനങ്ങൾ ചെയ്യുന്നതിലൂടെ അവരുടെ വീട്ടിലുണ്ടായിട്ടുള്ള സകലവിധ ദോഷങ്ങളും നീങ്ങി ആ വീട്ടിലേക്ക് ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും വന്നു ചേരുന്നതാണ്. ഇതിനൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു വെച്ചാൽ 1 കിലോ കല്ലുപ്പും മഞ്ഞൾപ്പൊടി, നവധാന്യങ്ങൾ എന്ന് പറയുന്ന എല്ലാ ധാന്യങ്ങളും നമ്മളെ കൊണ്ടൊന്ന് വാങ്ങിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു 3-4 വക കടല അങ്ങനെയുള്ള ഐറ്റങ്ങൾ വാങ്ങിച്ച് നിങ്ങളുടെ വീട്ടിലെ ധാന്യങ്ങൾ വയ്ക്കുന്നതും ധനധാന്യ സമ്പത്ത് ഉണ്ടാവാൻ ഉപകരിക്കുന്നതാണ്. നമ്മൾ അന്ന് ചെയ്യുന്ന അക്ഷയ തൃതീയ ദിവസം ചെയ്യുന്ന ദാനത്തിലൂടെയാണ് നമ്മളിലേക്ക് സമ്പത്ത് വന്നു ചേരുന്നത്. സ്വർണം വാങ്ങിച്ചാലും നമുക്കത് ഇരട്ടിയായിട്ട് ഉണ്ടാവും എന്ന് പറയുമെങ്കിലും നമ്മൾ ദാനം ചെയ്യുമ്പോൾ ആ ചെയ്യുന്നതിന്റെ ഇരട്ടി ഫലം നമ്മളിലേക്ക് വന്നു ചേരും എന്നുള്ള ഒരു വിശ്വാസമുണ്ട് അക്ഷയ തൃതീയ ദിവസം. അക്ഷയ തൃതീയ ദിവസം ഇതല്ലാതെ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ
ഒരു പൂജ. മഹാലക്ഷ്മിക്ക് അന്നത്തെ ദിവസം നിങ്ങൾ മുല്ലപ്പൂ കൊണ്ട് അർച്ചന ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടായി വരും. കാരണം അക്ഷയ തൃതീയ എന്ന് പറഞ്ഞ അക്ഷയ പാത്രം ഇരിക്കുന്നത് ലക്ഷ്മി ദേവിന്റെ കയ്യിലാണ്. അപ്പൊ അക്ഷയ പാത്രം ഇരിക്കുന്ന ആ അമ്മയെ വേണം നമ്മൾ എന്നും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ആ പ്രാർത്ഥനയിലൂടെയും അന്നത്തെ ദിവസം നിങ്ങൾ രാവിലെ എണീറ്റ് കുളിച്ച് 6 to 7 ബുധൻ ഹോരയില് ലക്ഷ്മി ദേവിന്റെ ഫോട്ടോ വെച്ച് ഒരു നിവേദ്യം വെച്ചിട്ട് ഒരു 108 പുഷ്പങ്ങൾ മുല്ലപ്പൂ വാങ്ങിച്ചിട്ട് നിങ്ങൾ അന്ന് അർച്ചന ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് സകലവിധ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഉണ്ടാവണേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്താലും നിങ്ങളുടെ വീട്ടിലേക്ക് ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും വന്നു ചേരുന്നതാണ്. അല്ലാതെ സ്വർണം വാങ്ങിച്ചാൽ മാത്രമാണ് നമ്മളുടെ വീട്ടിലേക്ക് ഐശ്വര്യവും സമ്പത്തും വരുള്ളൂ എന്നുള്ള ഒരു വിശ്വാസമില്ല. കാരണം നമ്മൾ അന്ന് ചെയ്യുന്ന പ്രവൃത്തിയിലൂടെയാണ് നമ്മളിലേക്ക് എല്ലാവിധ സമ്പത്തും സമൃദ്ധിയും വന്നു ചേരുന്നത്. നമ്മൾ അന്നത്തെ ദിവസം നല്ല പ്രവൃത്തികൾ ചെയ്യാൻ നോക്കുക. നന്നായിട്ട് അത് പറഞ്ഞാൽ അന്നദാനം അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള ഡ്രസ്സ്, നിങ്ങൾക്ക് എന്ത് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതോ അത് നിങ്ങൾ ചെറുതായിട്ട്, ഒരുപാട് ചെയ്യണം എന്നുള്ളതല്ല, ചെറുതായിട്ട്. എത്രയോ ആൾക്കാർക്ക് ഒരു നേരം ഭക്ഷണമില്ലാതെ വിശന്നിരിക്കുന്നവർക്ക് 2 പേർക്കെങ്കിലും നിങ്ങൾക്ക് അക്ഷയ തൃതീയ ദിവസം ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് 4 പേർക്കായി 10 പേർക്കായി 15 പേർക്കായിട്ട് മാറിക്കൊണ്ടിരിക്കും. കാരണം നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് അത് കൊടുക്കാനുള്ള ഒരു ധനം നിങ്ങളിലേക്ക് ദൈവം കൊണ്ടുവന്ന് തരാം. അതാണ് അക്ഷയ തൃതീയ എന്ന് പറയുന്നത്. അക്ഷയ പാത്രം പോലെ നമ്മളുടെ വീട്ടിലേക്ക് നിറഞ്ഞു വരാൻ വേണ്ടിയിട്ട് അന്നത്തെ ദിവസം മറക്കാതെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് കല്ലുപ്പും മഞ്ഞപ്പൊടിയും നവധാന്യങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് 1 or 2 ധാന്യങ്ങൾ വാങ്ങിച്ചു വെക്കുന്ന അന്ന് അരി വാങ്ങിച്ച് വെക്കുന്നത് എല്ലാം തന്നെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾക്ക് ഒരു വീട്ടിൽ ഈ അന്നദാരിദ്ര്യം എത്ര കൊണ്ടുവന്നാലും ആ വീട്ടിൽ കാണുന്നില്ല എന്ന് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴും അന്നദാരിദ്ര്യം ഉണ്ടായി വരുന്നുണ്ടെന്നെങ്കിൽ അക്ഷയ തൃതീയ ദിവസം നിങ്ങൾക്ക് പറ്റിയെങ്കിൽ ഒരു 5 കിലോ അല്ലെങ്കിൽ 10 കിലോ അരി വാങ്ങിച്ച് നിങ്ങളുടെ വീട്ടിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അന്നദാരിദ്ര്യം ഉണ്ടാവില്ല. കാരണം നമ്മളുടെ വീട്ടിലേക്ക് അന്ന് അരി നമ്മളുടെ വീട്ടിലേക്ക് വരും. മഹാലക്ഷ്മിയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൽ മഹാലക്ഷ്മിയാണ് പറയുക. അതിന് താഴെ കളയരുത്, ഒരന്നം പോലും കളയരുത് എന്ന് പറയാറുണ്ട്. അപ്പൊ അരി വാങ്ങിക്കുന്നത്, ഉപ്പ് വാങ്ങിക്കുന്നത്, മഞ്ഞപ്പൊടി വാങ്ങിക്കുന്നതും വീട്ടിലേക്ക് വളരെ ശ്രേഷ്ഠമാണ്. 3 ഐറ്റം അതെന്ന് വെച്ചാൽ അരി, മഞ്ഞപ്പൊടി, കല്ലുപ്പ്, ഇതല്ലാണ്ട് നവധാന്യങ്ങൾ വാങ്ങിച്ചു വെക്കാൻ നിങ്ങൾക്ക് നിവേദ്യത്തിനായിട്ട്. അങ്ങനെയുള്ള ഐറ്റങ്ങൾ നമ്മുടെ വീട്ടിൽ ശേഖരിച്ച് അക്ഷയ തൃതീയ ദിവസം വാങ്ങിച്ചു വെക്കുന്നത് നമ്മളുടെ വീട്ടിലേക്ക് സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരാൻ ഉപകരിക്കും. സ്വർണം വാങ്ങിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് 1 കിലോ കല്ലുപ്പ് വാങ്ങിച്ചാലും സ്വർണം വാങ്ങിക്കുന്നതിന്റെ അതേ മൂല്യമാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. അപ്പൊ അക്ഷയ തൃതീയ ദിവസം എല്ലാവരും ചെയ്യേണ്ടത് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് അടുത്ത വർഷമാകുമ്പോൾ സമ്പത്തും സമൃദ്ധിയും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് അർച്ചന നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഐശ്വര്യവും സമ്പത്തും ഉണ്ടാവുന്നതാണ്. അപ്പം ഇതെല്ലാം ചെയ്യുന്നതിലൂടെയാണ് നമ്മളുടെ വീട്ടിലേക്ക് ഐശ്വര്യം വന്നു ചേരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.